ഇവിടെ BJPയുടെ വക്താവിനോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങളിപ്പോൾ ഈ PM ശ്രീ കൊണ്ടുവരുന്നത് നിങ്ങളുടെ സംഘപരിവാർ രാഷ്ട്രീയം മുഴുവൻ വിദ്യാർത്ഥികളിലും അടിച്ചേൽപ്പിക്കുക എന്നതിലുപരി ₹1 പെട്രോളിന് കൂടിയപ്പോൾ കാളവണ്ടി എടുത്തിറങ്ങിയ നിങ്ങൾ 60 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ് നിങ്ങൾ 15 വർഷമായി ഇലക്ഷൻ കമ്മീഷനെ കളിപ്പാവകളാക്കി നിങ്ങൾ വിജയിച്ചു വരുമ്പോൾ വികസനം യുവാക്കൾക്ക് കണ്ടറിയാൻ പറ്റണം. എന്ത് വികസനമാണുള്ളത്? ഈ പദ്ധതിയും കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക, ആ തുക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ശ്രീ KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്രവുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ആ തുക സംസ്ഥാനങ്ങൾക്ക് മേടിച്ചു കൊടുത്തു എന്നുള്ളതൊരു നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാനും അല്ല പറഞ്ഞത്, ശ്രീ ബ്രിട്ടാസ് ആണ് പറഞ്ഞത്. ഇത് ശ്രീ ബ്രിട്ടാസ് ആണ് പറഞ്ഞത്. പ്ലീസ്, KC വേണുഗോപാലിനെ പോലൊരു നേതാവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു പോരുത്. വസ്തുതാപരമായി സംസാരിക്കണം. അല്ലല്ല, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല ഞാൻ പറഞ്ഞത്. അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് പറയുമ്പോഴാണ് താങ്കൾ ഇടപെട്ട്. ഞാൻ പറയുന്നു, ഇത് BJP പറഞ്ഞതല്ല. ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ഒരു MP ജോൺ ബ്രിട്ടാസ് ഇന്ന് പാർലമെന്റിന് പുറത്ത് വന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് ഈ വിദ്യാഭ്യാസ പദ്ധതി എന്തോ ദോഷമുണ്ടാകുമെന്ന്. സാർ, ഈ കേരളത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഈ പത്തനംതിട്ടത്തിൽ തന്നെ നവോദയ വിദ്യാലയം ഉൾപ്പെടെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ പലതുണ്ട്. ഇവിടെയൊക്കെ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ തിരുവനന്തപുരത്ത് പട്ടം കേന്ദ്രീയ വിദ്യാലയമുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് PM ശ്രീ പദ്ധതി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പല MLA-മാരുടെയും പല മന്ത്രിമാരുടെയും പല IAS ഉദ്യോഗസ്ഥന്മാരുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളാണ് അത്. ആ കുട്ടികളൊക്കെ പഠിച്ച് പുറത്തു വന്ന് വർഗീയവാദികളായിട്ടുണ്ടോ? കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ? ഇത് ആരോടാണ് ഇത് പറയുന്നത്? അപ്പോഴും BJPയുടെ നേതാവിന് ഒരു കാര്യം മറന്നുപോവുകയാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിയല്ല വിശ്വാസം, ജോൺ ബ്രിട്ടാസിനെയാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ മന്ത്രി പറഞ്ഞത് ജോൺ ബ്രിട്ടാസ് കേരളത്തിന് വേണ്ടി ഇടനിലനിന്നു എന്നാണ്. അത് അദ്ദേഹം ഒരിക്കൽ പോലും ആവർത്തിക്കുന്നില്ല. മറിച്ച് KC വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിക്കാൻ മാത്രമാണ് അദ്ദേഹത്തിന് ശ്രമിക്കുന്നത്. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ വികസനത്തെ കുറിച്ച്, എന്ത് വികസനമാണ് ഇവിടെ നടത്തുന്നതിനെ കുറിച്ച് മാത്രം പറയുക. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരുടെ പ്രതിനിധിയായി ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പുതുതായി, അതായത് പരമ്പരാഗത നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് RSS നേതാക്കന്മാരെ ആ സ്ഥാനത്തേക്ക് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ PM ശ്രീ പദ്ധതിയിലൂടെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് ഗൗരവമുള്ള വിഷയമാണ്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. അതിന്റെ പ്രതിഫലനമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ള അപകടത്തെ തുടർന്ന് പ്രധാനമന്ത്രി നാട്ടിൽ വന്ന് കേരളത്തിലെത്തി ഒരു കുഞ്ഞിനെ എടുത്ത് മുത്തം കൊടുത്തതല്ലാതെ നയാ പൈസ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാൻ തയ്യാറായിട്ടുണ്ടോ? കേരളത്തിൽ ദേശീയ പാത വികസനമുണ്ടായി. ഞാൻ ചോദിക്കട്ടെ BJP പ്രതിനിധിയോട്, ഈ കേരളമല്ലാതെ ഈ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% കൊടുക്കണമെന്ന് വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടോ? മറ്റൊരു സംസ്ഥാനവും കൊടുക്കുന്നില്ല. കേരളത്തിന് 25% ഭൂമി ഏറ്റെടുക്കേണ്ടതായി കൊടുക്കേണ്ടതായി വരുന്നു. ഇങ്ങനെ ഓരോന്നും എടുത്താൽ പത്തനംതിട്ടയ്ക്ക് ലഭിക്കേണ്ടതടക്കമുള്ള പ്രശ്നങ്ങളാണ് ഇത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കേരളത്തിന്റെ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എത്രയോ ഗ്രാന്റാണ് കുറഞ്ഞിരിക്കുന്നത്. 10 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 1,80,00,000 അതിനിടയിലാണ് ഈ നാട്ടിലെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് എന്നുകൂടി കാണേണ്ടത്.